അത്യുന്നതങ്ങളിലോശാന, രാജാധിരാജനോശാന. അത്യുന്നതങ്ങളിലോശാന, രാജാധിരാജനോശാന. മണ്ണും വിണ്ണും നിറഞ്ഞു നിൽക്കും മഹേശ്വരന് ഓശാന. മണ്ണും വിണ്ണും നിറഞ്ഞു നിൽക്കും മഹേശ്വരന് ഓശാന. ഓശാന, 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 ഓശാന. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മധുര മനോഹരമായ ഓശാനയുടെ ദിവസം. ഓശാനയ്ക്ക് ഇതുവരെ കാണാത്ത ഒരർത്ഥമുണ്ട്, ഇതുവരെ കാണാത്ത ഒരർത്ഥമുണ്ട്. ബാലകരും തീർത്ഥകരും വസ്ത്രം വിതറിയും ഒലിവുചില്ല പീഡിച്ചും മിശിഹായ്ക്ക് ഓശാന പാടിയെന്നാണ് കാലാകാലങ്ങളിൽ നാം കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തു മിശിഹ ഒരു കഴുതയ്ക്ക് ഓശാന പാടിയ ദിവസമാണിത്. ലൂക്കാ 19:31. അതിനെ അഴിക്കുമ്പോൾ ആരെങ്കിലും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. ഈ കഴുതയെ കൊണ്ട്, ഈ മാറ്റി നിർത്തപ്പെട്ട മൃഗത്തെ കൊണ്ട്, പതുങ്ങിപ്പോയവനെ കുറിച്ച്, ചതഞ്ഞു പോയവനെ കുറിച്ച് കർത്താവ് പറയാം. നിങ്ങളൊന്നോർത്തെ, ഒരു മഹാസമ്മേളനത്തിൽ പ്രധാന അതിഥിയായ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വലിയൊരു അതിഥിയോ പെട്ടെന്ന് ഓടി വന്ന് നിങ്ങളുടെ കൈക്ക് പിടിച്ചാൽ നിങ്ങൾ ഞെട്ടത്തില്ലേ? ഇങ്ങനെ പതുങ്ങിപ്പോയതിനെ, മങ്ങിപ്പോയതിനെ, അവഗണിക്കപ്പെട്ടതിനെ ജയ് വിളിച്ചുകൊണ്ട് പറയുക, എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ക്രിസ്തു നിനക്ക് വേണ്ടി ഓശാന പാടുന്ന ദിവസമാണ് ഓശാന. നീ ക്രിസ്തുവിന് വേണ്ടി ജയ് വിളിക്കുന്നതിനേക്കാൾ നിനക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ക്രിസ്തു തൻ്റെ വസ്ത്രം വിതറി, തൻ്റെ ചോര ചിതറി, തൻ്റെ ആത്മാവ് വിതറിക്കൊണ്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് ഒരു പൊട്ടക്കഴുതയായ എന്നോട് പറയുന്ന അനുഗ്രഹ സമൃദ്ധിയുടെ ദിവസമാണ് ഓശാന. അങ്ങനൊരു ഓശാന പാട്ട് കേൾക്കാൻ പ്രിയപ്പെട്ട കുഞ്ഞെ നിനക്ക് ഭാഗ്യം കിട്ടട്ടെ. ആമേൻ.